കെട്ടിട വാടക വിപണിയിൽ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഒക്കെ തന്നെ കൊണ്ടുവരുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുതിയ വാടക നിയമങ്ങൾ ന്യൂ റെന്റ് റൂൾസ് 2025 അവതരിപ്പിച്ചു. വാടകക്കാരൻ്റെയും വീട്ടുടമസ്ഥൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും ഈ നിയമം ലക്ഷ്യമിടുന്നു. ഓരോ വാടക കരാറും ഒപ്പിട്ട് 2 മാസത്തിനുള്ളിൽ, അതായത് 60 ദിവസത്തിനുള്ളിൽ സംസ്ഥാന പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടലുകളിലോ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകളിലോ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം 5000 രൂപ വരെ പിഴ ഈടാക്കാം. നേരത്തെ രജിസ്ട്രേഷൻ ഇല്ലാതെ കയ്യെഴുത്ത് കരാറുകളോ സ്റ്റാമ്പ് പേപ്പർ കരാറുകളോ സ്വീകരിച്ചിരുന്നു. ഇതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിലൂടെ തട്ടിപ്പുകൾ തടയാനും നിയമം സഹായിക്കുന്നതാണ്. അതേസമയം രജിസ്ട്രേഷൻ ചെലവുകളൊക്കെ തന്നെ വാടകക്കാരനാണോ ഉടമയാണോ നൽകേണ്ടത്. ഡ്രാഫ്റ്റിംഗ് നിരക്കുകളും രജിസ്ട്രേഷൻ നിരക്കുകളും മൂലം വാടക കരാർ ഈടാക്കുന്ന പ്രക്രിയ ചെലവേറിയതാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ നിരക്കുകൾ കേരളത്തിൽ കൂടുതലാണെന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. വീട്ടുടമസ്ഥർക്ക് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം വാടക വർദ്ധിപ്പിക്കാനായിട്ട് കഴിയില്ല. വാടക വർദ്ധിപ്പിക്കുന്നതിന് വാടകക്കാർക്ക് 90 ദിവസത്തെ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകണം. കൂടാതെ വാർഷിക വർധനവ് സാധാരണയായിട്ട് 5 മുതൽ 10% പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതാണ്. ഇത് വാടകക്കാർക്ക് ചിലവുകൾ ആസൂത്രണം ചെയ്യാനായിട്ട് സഹായകമാകും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. താമസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് 2 മാസത്തെ വാടകയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ 6 മാസത്തെ വാടകയുമായിരിക്കും പരമാവധി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങാൻ സാധിക്കുക. അതുപോലെ തന്നെ വാടക തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് വാടക ട്രൈബ്യൂണലുകളും സ്ഥാപിക്കുന്നതാണ്. ഏതൊരു തർക്കവും 60 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു വാടകക്കാരൻ 3 മാസമോ അതിൽ കൂടുതലോ വാടക നൽകുന്നില്ലെങ്കിൽ വാടക ട്രൈബ്യൂണൽ വഴി ഉടമയ്ക്ക് വേഗത്തിൽ നീതി ലഭിക്കുകയും കെട്ടിടം ഒഴിപ്പിക്കുന്ന പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യും. വാടക നൽകുന്നതിന് പ്രത്യേക തീയതി കരാറിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ തൊട്ടടുത്ത മാസം 15-നകം വാടക നൽകണം. അല്ലെങ്കിൽ 12% പലിശ കൂടി നൽകേണ്ടി വരും. പുതിയ നിയമം വാടക കരാർ നിബന്ധനകൾ വ്യക്തമാക്കുകയും നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ വാടകക്കാരനും വീട്ടുടമസ്ഥനും ഒരുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.